ഷിയാറ്റിക്ക ഉള്ള പേഷ്യൻസ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് എക്സസൈസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ യൂഷ്വലി നമ്മൾ കണ്ടുവന്നിട്ടുള്ളത് ബാക്ക് പെയിൻ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളുള്ളപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ പോയി എക്സസൈസ് സെർച്ച് ചെയ്ത് ആ എക്സസൈസ് ചെയ്യും. ചിലർക്ക് പെയിൻ അതിൽ മാറും, ചിലർക്ക് എന്നാൽ മാറും അല്ലെങ്കിൽ അഗ്രവേറ്റ് ചെയ്യും. അതിനൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോങ് എക്സസൈസ് ചിലപ്പോൾ നമുക്ക് കാര്യങ്ങളെ കൂടുതൽ വേഴ്സൺ ചെയ്യാം. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ഞാൻ ഇന്നത്തെ ഷിയാറ്റിക്കയിൽ പറയുന്നത്. നമ്മൾ ഷിയാറ്റിക്ക അക്യൂട്ടായി നിൽക്കുമ്പോൾ ആ നെർവ് ഇറിറ്റേറ്റഡ് അല്ലെങ്കിൽ ഇൻഫ്ലെയിംഡ് ആണ്. അപ്പോൾ അത് പലരും ചെയ്യുന്ന ഒരു എക്സസൈസാണ് ഹാംസ്ട്രിങ് സ്ട്രെച്ചസ്. എന്നാൽ ഈ ഷിയാറ്റിക് നെർവ് എന്ന് പറയുന്നത് ഹാംസ്ട്രിങ് എന്ന മസിലിൻ്റെ അടിയിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ അഗ്രസീവായിട്ട് നമ്മൾ ഹാംസ്ട്രിങ് സ്ട്രെച്ച് ചെയ്യുകയാണെങ്കിൽ അത് ഈ നെർവിനെ കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യും. നിങ്ങളുടെ പെയിൻ കുറച്ചും കൂടി അഗ്രവേറ്റ് ചെയ്യാനുള്ള കണ്ടീഷനാണ് കൂടുതലുള്ളത്. അപ്പോൾ ഒരു അക്യൂട്ട് ഷിയാറ്റിക്കായി നിൽക്കുന്ന പേഷ്യൻസ് ഹാംസ്ട്രിങ് അഗ്രസീവായി സ്ട്രെച്ച് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. മറിച്ച് അവർ ചെയ്യേണ്ടത് അവരുടെ നെർവ് ഗ്ലൈഡ്സ് ആണ്. അതിനായി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് കിടന്ന് കാല് നിങ്ങൾക്ക് വേദന എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു പൊസിഷനിൽ ഹോൾഡ് ചെയ്ത് നല്ല ആംഗിൾ പമ്പ്സ് ഒരു 10 ടൈംസ് ചെയ്യാം. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജെൻറ്റിലായിട്ട് ആ നെർവ് ഗ്ലൈഡ് വരികയും എന്നാൽ അതിന് ഹാംസ്ട്രിങ് ആ നെർവിനെ കംപ്രസ് ചെയ്യാതെ നല്ല രീതിയിൽ നമ്മുടെ ആ മസിലിനെ ടോൺ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ അക്യൂട്ട് ഷിയാറ്റിക്ക ഉള്ളവർ ഹാംസ്ട്രിങ് സ്ട്രെച്ചസിന് പകരം നമ്മുടെ കോർ എക്സസൈസ് അതായത് കാഡ്കോ പോലുള്ള കോർ എക്സസൈസിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുക. എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പെയിൻ ഇൻക്രീസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ കുറേ കാലം ചെയ്തിട്ടും പെയിൻ മാറാത്ത എക്സസൈസുകൾ നിങ്ങൾക്ക് ബെനിഫിറ്റ് ചെയ്യുന്നതല്ല. മറിച്ച് ആ ഓരോ കണ്ടീഷൻ അനുസരിച്ച് ശരിയായ എക്സസൈസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ടീഷനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ബോഡി തരുന്ന സിഗ്നലിനെ ലിസൺ ചെയ്യണം എക്സസൈസ് ചെയ്യുമ്പോൾ. അല്ലാതെ വേദന സഹിച്ചുകൊണ്ട് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കരുത്. എപ്പോഴും റൈറ്റ് ആയിട്ടുള്ള എക്സസൈസ് ആണ് നിങ്ങളുടെ കണ്ടീഷനുള്ള സൊല്യൂഷൻ.